ഗബ്രി രണ്ട് വാക്കും കാറ് വന്നിട്ട് വെയിറ്റ് ചെയ്യാം. എവിടെ കാർ എവിടെയാണ്? ഞാൻ വരാം അവിടെ നിന്ന്. അടിപൊളി നന്നായിട്ട് കളിച്ചുകൊണ്ടാണ് പുറത്തെല്ലാവരും വിചാരിച്ചിരുന്നത് ജാസ്മിൻ കയറി വരുമ്പോൾ അർജുൻ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അല്ല, അത് ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ആര് വേണമെങ്കിലും ജയിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. കൂടുതൽ മുൻതൂക്കം ചിന്തകൻ തന്നെയായിരുന്നു. ആഘോഷങ്ങൾ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ ലൈവ് പെർഫോമൻസുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു. ഓക്കെ, ഹാപ്പിയാണ്. അടിപൊളിയായിട്ട് പോകും. അയാൾ നമ്മുടെ ആരാധനല്ല മനുഷ്യൻ. അദ്ദേഹം ഒരു ആരാധകൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരാധിക്കാനൊരു ഭയങ്കര സംഭവം അങ്ങനെയൊന്നുമല്ല അദ്ദേഹം. അതൊരു വലിയ ഗെയിമറോ അഖിൽമാരെ പോലെ ഭയങ്കര കോഡ് ടാസ്ക് ചെയ്യുന്ന ആളോ സാമോൻ സാറിനെ പോലെ ഭയങ്കര സംഭവമൊന്നുമല്ല. റോബിനെ പോലെ കണ്ടന്റ് ക്രിയേറ്ററൊന്നുമല്ല അയാൾ. അയാളൊരു സാധാരണ മനുഷ്യനാണ്. സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സാധാരണക്കാരൻ. 10 രൂപയ്ക്ക് ബാറിൽ ഛർദി പോലെ നിന്നൊരു മനുഷ്യൻ. ഇന്ന് ഇപ്പോൾ ഞാനടക്കം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ വരാൻ എനിക്ക് യോഗ്യതയില്ല സത്യം. അത് തന്നെ ജിൻറ്റു ചേട്ടനും. കാരണം വേറെ ഒന്നുമല്ല, ആ മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പൊട്ടൻ നമ്മളിപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് എല്ലുമാണ് ഒരാൾ മണ്ടനാണെന്നുള്ള വാക്കാണ് പറയുന്നത്. അപ്പം ഞാൻ പറയട്ടെ, ഞാനോ ചേട്ടനോ താങ്കളൊക്കെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ പൊട്ടനെന്ന് മുദ്ര വെക്കുകയാണ്. ഇപ്പോൾ താങ്കളും പൊട്ടനാണ്, മണ്ടൻ, ഒരു മുദ്ര ഒത്തിരി മാല ഇട്ട് തരുവാണ്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം മണ്ടൻ എന്ന് പറഞ്ഞ മാല ചാർത്തി കഴിഞ്ഞു. മണ്ടനാണ് ഞാൻ, മണ്ടനാണ് എന്ന് പറഞ്ഞാൽ അത് ഇത്ര 2 വീക്ക് കഴിഞ്ഞ് 3-ാം വീക്ക് 2-ാം വീക്കിലും 3-ാം വീക്കിലും ഒരു മനുഷ്യന് മണ്ടൻ എന്ന് പറഞ്ഞ മാല ചാർത്തുന്നു. ആ മനുഷ്യൻ പിന്നെ അവിടെ ഒന്നാമത്തെ കേസ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു, ഭയങ്കര പോർച്ചുഗീസ് ഭാഷയും പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നുമല്ല. ഒരു സാധാരണക്കാരനായിട്ടൊരു അച്ഛനമ്മയ്ക്ക് ജനിച്ചൊരു പാവത്താനാണ് ആ മനുഷ്യൻ. ഇന്ന് ഈ നിലയിൽ ഈ കൊച്ചിൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എന്നെപ്പോലൊരാൾ സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ, ഞാൻ വോട്ട് ചെയ്തതാണ്. വോട്ട് അത് നമ്മൾ വലിയ ആളൊന്നുമല്ല, വോട്ട് ചെയ്യാൻ പറ്റും. ആൾ വിജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കാരണം ഒത്തിരി പേര് ഇൻസ്റ്റയിലും അവിടെ ഇവിടെയും ജാസ്മിൻ ജാഫർ, അർജുൻ, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നല്ല നല്ല ആൾക്കാർ, അർജുൻ ഫാൻസ്, എൻ്റെ സുഹൃത്തൊക്കെ അർജുൻ്റെ ഒരു ആരാധനയാണ്. ഇവരൊക്കെ ഉള്ളപ്പോഴും ഈ മനുഷ്യൻ ആ കൈ കൂപ്പിയിട്ട് ആ സ്റ്റേജിൽ ലാലേട്ടൻ്റെ കയ്യിൽ മുത്തം സീനിട്ട് ഒരു പാവം. ആ മനുഷ്യനെ ഒരിക്കലും നമ്മൾ മറക്കില്ലെന്നല്ല, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രചോദനമാണ്. എന്നെപ്പോലെ നിങ്ങളിപ്പോൾ ഇത്രയും ക്യാമറകൾ പിടിച്ച് നിൽക്കുമ്പോഴും നിങ്ങൾക്കൊരു പ്രചോദനമാണ്. കാരണം തോറ്റുപോയെന്നാണ്. നമ്മൾ കർണനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കവചകുണ്ടം വരെ ഊരിക്കൊടുത്ത്. അത് എത്രയൊക്കെ അനുഭവിച്ചാലും ആ മനുഷ്യനെ എന്തൊക്കെ ചെയ്താലും അയാൾ ആർക്കും വിലയില്ലായിരുന്നു. റസ്മിനായാലും ബിഗ് ബോസിൽ ആർക്കും വില. ബിഗ് ബോസിന് മാത്രമല്ല, അയാളെ കളിയാക്കാൻ വേണ്ടി എയർ ഫ്രഷ്നർ കൊടുക്കുക, ചുമ്മാ മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന കാര്യത്തിൽ. പിന്നെ അദ്ദേഹത്തിനെ ടോക്സിക് ആക്കിയില്ലായിരുന്നു. കാരണം അറിയാമോ, അദ്ദേഹം ടോക്സിക്കല്ല, അത് അറിയാനും കൂടെ പോകണില്ല ആ മനുഷ്യന്. ആ മറ്റേ ലാസ്റ്റ് ജാസ്മിനെ കൊണ്ടുപോകുന്ന എവിക്ഷൻ പ്രക്രിയയിൽ പല്ലക്ക് തൂക്കിക്കൊണ്ടുപോകുന്നു. ജാസ്മിൻ നല്ല ഗെയിമറാണ്, ഓക്കെ, അംഗീകരിച്ചു. പക്ഷേ ഈ പല്ലക്ക് തൂക്കിക്കൊണ്ട് പോണ സമയത്തും ജിന്നച്ചേട്ടൻ്റെ ഒരു ഇരിപ്പുണ്ട്, നിൻ്റെയൊക്കെ ഉസ്താദാണ് ഞാൻ, വേറെ ഒന്നല്ല, എന്നെ തൂക്കാനൊന്നും പറ്റിയ ആൾക്കാർ ഇവിടെ ഇല്ല. കാരണം എന്താ പറയുമ്പോൾ ആ മനുഷ്യൻ അത്രയും ജനങ്ങളെ വിശ്വാസമാണ്. ജനങ്ങളുടെ വോട്ട് കൊണ്ട് കൈ കൂപ്പിയിട്ട് ഓരോ ടാസ്ക് കഴിക്കുമ്പോൾ ആ മനുഷ്യൻ കൈ കൂപ്പിയിട്ടാണ് നിൽക്കുന്നത്. ആ മനുഷ്യനെ അയാളെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടില്ല. കാരണം അതിനുള്ള ആൾ ഞാനില്ല. ആ മനുഷ്യനൊക്കെ പ്രചോദനമാണ് എനിക്കെന്നല്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്ക്. നല്ല ഏറ്റവും നമ്മൾ കരഞ്ഞു പോയ ഒരു ബിഗ് ബോസ് വിന്നിങ് ആ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് ഈ സീസണാണ്. മരാൻ എനിക്ക് ഇഷ്ടമാണ്, അഖിൽമാരാർ നല്ലൊരു വ്യക്തിയാണ്. അയാൾ പറയാനുള്ളതൊക്കെ പറയും. മരാൻ അങ്ങനെയാണ്, പറയാൻ എന്താണോ അത് ആരുടെ മുഖത്തേക്ക് പറയും. പക്ഷേ അയാൾ പറയുമ്പോൾ നെഗറ്റീവായി പോകുന്ന വെച്ചാൽ സാധാരണ ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. ജിതുചേട്ടൻ അങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇല്ല. പുള്ളിക്ക് ഇമേജ് കോൺഷ്യസ് എന്ന് പറഞ്ഞ സാധനമില്ല. ജിൻഡോ എന്താണ് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, താനാരാ? ഞാൻ ജിൻഡോ, ഇനി ഞാൻ കണ്ടല്ലേ, ഞാൻ ജിൻഡോ, അത്രേ ഉള്ളൂ. ജിൻഡോ അത്രേ ഉള്ളൂ. ഞാനെന്താ ഇപ്പം എൻ്റെ അടുത്ത് താങ്കൾ ചോദിക്കുവാണ്, താനാരോടും ഞാൻ എൻ്റെ പേര് അത്രേ ഉള്ളൂ, അതാണ് ജിൻഡോ. കാലടിയിലെ വീടിന് കേട്ടു, ഒന്ന് കാണാൻ വന്ന അവിടെ അടുത്തായിരുന്നു. ആ മനുഷ്യനെ ഇത്രയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്കാണ് ഏറ്റവും വലിയ നന്ദി. നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനായാലും മാധ്യമപ്രവർത്തകർക്കായാലും എല്ലാവർക്കും
നന്ദി എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് നന്ദി പറയുക. കാരണം അതൊരു പ്രചോദനമാണെന്നാണ് മനുഷ്യന്. വേറെ